ഏതോരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഹരിയെ കൂട്ടിക്കൊണ്ട് തെളിവെടുപ്പിനായി പോലീസ് നേരെ കൈതക്കൽ മാർഗ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ ഗേറ്റിനൊക്കെ വലിയ ലോക്കിട്ട് പൂട്ടിയിരിക്കുന്നു. നാട്ടുകാരുടെയൊക്കെ ഭാഗത്ത് നിന്ന് വല്ല ഉപദ്രവം ഉണ്ടാവുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് അവരിങ്ങനെ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുന്നത്. ഈ ഗേറ്റ് തുറന്നാലല്ലേ പോലീസുകാർക്ക് ഹരിയും കൂട്ടിച്ച് അകത്തേക്ക് കയറാൻ പറ്റൂ. പോലീസ് നേരെ മനുവിനെ വിളിച്ചു. എടോ, ആ ഗേറ്റിന്റെ പൂട്ടൊന്ന് തുറക്ക്. അപ്പുറത്തുനിന്ന് ഇതാരാ എന്ന് മനു ചോദിച്ചതും പോലീസിനൊക്കെ കലിപ്പ് കയറി. എടാ, ആരാണെന്ന് അറിയണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാടാ, നിന്നെ ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാമെന്നും പറഞ്ഞു. മനുവിന് അന്നേരം കാര്യം ഏകദേശം പിടികിട്ടി. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി മനു വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി. വെപ്രാളപ്പെട്ട് ഇറങ്ങി വരുന്ന മനുവിനെ കണ്ടപ്പോൾ കമലമ്മ ചോദിക്കുന്നുണ്ട്, എടാ നീ ഇതെങ്ങോട്ടേക്കായി ഓടുന്നത് എന്ന്. അതിന് മനു കൊടുത്ത മറുപടി, ഇതൊക്കെ അറിയണമെങ്കിൽ എന്റെ കൂടെ വാ എന്ന് പറയും. ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഫോണിൽ പരദൂഷണം പറഞ്ഞാലൊന്നും പോരാ, ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ, ആരുടെയൊക്കെ കയ്യും കാലും പിടിക്കേണ്ടി വരുമോ, ഓരോരുത്തരും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന ഓരോ കാര്യങ്ങളെന്നൊക്കെ മനു ദേഷ്യത്തിൽ പറയാണ്. എടാ, നീ എന്തിനാടാ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്ന് കമല ചോദിച്ചു. എന്റെ പൊന്നമ്മേ, മാറി നിൽക്കുന്നുണ്ടോ? എനിക്കിപ്പോ സംസാരിക്കാൻ സമയമില്ല. ഗേറ്റിന് മുന്നിൽ ആരോ വന്നു നിൽക്കുന്നുണ്ട് എന്ന് പറയണം മനു. അയ്യോ മോനെ, നീ അങ്ങോട്ടേക്ക് പോവല്ലേ, അത് തുറക്കല്ലേ, നാട്ടുകാരിങ്ങോട്ടേക്ക് കയറി വന്നാ പിന്നെ വീട് അവന്മാര് കല്ലെറിഞ്ഞ് തകർക്കുമെന്ന് കമലമ്മ കരഞ്ഞു പറയുന്നുണ്ട്. അപ്പോ അമ്മക്കെല്ലാം അറിയാല്ലേ, കല്ലെറിയാൻ മാത്രമുള്ള പണി മകൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. മര്യാദക്ക് മാറി നിൽക്കമ്മയെന്നും പറഞ്ഞു കൊടുത്തിന് മനു നേരെ ഗേറ്റിന്റെ അകത്തേക്ക് ചെന്നപ്പോ അവിടെ കണ്ടത് പോലീസിനെയാണ്. പോലീസിനെ കണ്ടപ്പോൾ മനു ഒന്ന് ഞെട്ടി. സാറേ, നാട്ടുകാരുടെ ശല്യം കാരണമാണ് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നത്, ഇപ്പൊ തുറക്കാമെന്ന് മനു വിറയലോടെ പറഞ്ഞു. തുറക്കടാ, കുറെ നേരമായി ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് പോലീസ് ഒട്ടും മാന്യതയില്ലാതെയാണ് സംസാരിച്ചത്. പീഡനക്കേസിലെ പ്രതിയുടെ കുടുംബത്തേക്ക് കയറി വരുന്ന സമയത്തിന് മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പോലീസിനെ. മനു വേഗം തന്നെ പൂട്ടഴിച്ചു കൊടുത്തു. ഗേറ്റ് ഒന്ന് തുറന്നപ്പോഴേക്കും പോലീസ് വണ്ടി അങ്ങ് അകത്തേക്ക് കയറി വന്നു. മനുവിന്റെ മേത്ത് ഇടിക്കുന്ന രീതിയിൽ പെട്ടെന്ന് അങ്ങ് ചീറിപ്പാഞ്ഞു വരുമായിരുന്നു. എന്തോ പഴയ പകയുള്ളതുപോലെയുണ്ടോ ആ ഒരു പോലീസുകാരുടെ പെരുമാറ്റം. പോക്സോ കേസായതുകൊണ്ട് തന്നെ പോലീസിന് ദയ തോന്നേണ്ട കാര്യവുമില്ല. വണ്ടി നിർത്തിയപ്പോൾ അവർ ലാത്തിയുമായിട്ട് അങ്ങ് ഇറങ്ങി. ഞങ്ങൾക്ക് ഈ വീട് മുഴുവനൊന്ന് അരിച്ചു പെറുക്കണം. നിന്റെ അനിയൻ ഇവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമല്ലോ എന്ന് പോലീസ് ചോദിച്ചു. അറിയാം സാറേ എന്ന് മനു തല താഴ്ത്തിക്കൊണ്ട് പറയാണ്. കണ്ടുവച്ചോ, നിന്റെ അനിയനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അവസാനമായിട്ടൊന്ന് കണ്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ കോലം പോലും മാറും. അവിടെയുള്ളവരൊക്കെ ഇവനെ അങ്ങ് പഞ്ഞിക്കിട്ട് ശരിയാക്കുമെന്ന് പോലീസ് ആക്രോശിച്ചു. സർക്കാരിനെ പറഞ്ഞാൽ മതിയല്ലോ, കുറെ എണ്ണത്തിനെ ഇങ്ങനെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റുന്നു. നീയൊക്കെ എന്തിനാടാ ഇങ്ങനെയൊക്കെ വളർത്തിയത്? നാണമില്ലേ നിങ്ങൾക്ക്? വേറെ എത്ര പേരെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ദൈവത്തിനറിയാം. പോലീസ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മനുവിന് അത് തീരങ്ങ് സഹിച്ചില്ല. സാറ് തെളിവെടുപ്പിന് വന്നതല്ലേ, അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്ത രീതിയിലൊന്നും സംസാരിക്കരുത് എന്ന് പറയും. എന്ത് മാന്യതയില്ലാതെയോ? നീയും നിന്റെ അനിയനും കാണിച്ചതാണോടാ മാന്യത എന്ന് പോലീസ് തിരിച്ചു ചോദിച്ചു. അങ്ങനെ ഹരിയെ വണ്ടിയിൽ നിന്നും വലിച്ചിറക്കിയിട്ട് അകത്തേക്ക് കൊണ്ടുപോയിട്ട് കമലയുടെ മുന്നിൽ അങ്ങ് വന്നു നിർത്തി. കമലമ്മ മോനെ എന്ന് വിളിച്ചതും പോലീസുകാർ അവനെ തടഞ്ഞു. മാറി നിൽക്ക് അങ്ങോട്ടേക്ക്. ആരുടെ മോനെ? ഈ വിഷവിത്തിനെ പ്രസവിച്ച തള്ളയല്ലേ നീ? ഇതിനെയൊക്കെ പ്രസവിച്ച സമയത്ത് 2 വാഴ വെച്ചിരുന്നാ പോരായിരുന്നോ? നാട്ടുകാർക്കും പെണ്ണുങ്ങൾക്കും ശല്യമായിട്ട് വലിയ മാളികയും സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇത്രയൊക്കെ സംഭവിക്കുള്ളൂ. ഇവൻ ഇങ്ങനെ എത്ര പേരെ പീഡിപ്പിച്ചു എന്ന് ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. മുലപ്പാൽ വരെ ഛർദ്ദിക്കുന്ന രീതിയിൽ ഞാൻ ഇവനെ നല്ലോണങ്ങ് പറയിപ്പിച്ചിട്ടുണ്ട് എന്ന് പോലീസുകാർ കടുപ്പത്തിൽ പറഞ്ഞു. മനു ഇടയ്ക്ക് കയറിയിട്ട്, സാറേ നിർത്ത്, അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ, പക്ഷേ ഇങ്ങനെ മോശ രീതിയിലൊന്നും സംസാരിക്കരുതേ എന്ന് പറയും. ഒരാളെ തല്ലി അയാൾ ഇപ്പൊ ഹോസ്പിറ്റലിലാണല്ലോ ബാലചന്ദ്രൻ. അയാൾ മാത്രമല്ല ഹോസ്പിറ്റലുള്ളത്. ഇവനെയൊക്കെ വിശ്വസിച്ചിറങ്ങി വന്ന ആ പാവം പെൺകുട്ടി ജീവച്ഛമായി അവിടെ കിടക്കുന്നുണ്ട്. പണമില്ലാത്തവരെ എന്ത് ചെയ്താലും ആരും ചോദിക്കില്ലെന്ന് കരുതിയോ? ഇവിടെ കേരള പോലീസ് ഉണ്ട്. ഇവനെയൊക്കെ തൂക്കി അങ്ങോട്ടേക്ക് കയറ്റും. എനിക്കുമുണ്ടടാ ഇതേ പ്രായത്തിലൊരു പെൺകുട്ടി. നീ ഒന്ന് ആലോചിച്ചു നോക്ക്, നിന്റെ വീട്ടിലെ പെണ്ണിനാണ് ഇത് സംഭവിച്ചത് എങ്കിലോ? പോലീസ് ചോദിച്ചപ്പോൾ എല്ലാവരും ഒന്ന് തരിച്ചുപോയി. ഹരിയുടെ റൂമിൽ നടത്തിയ പരിശോധനക്കൊടുവിൽ കുറേയധികം സീഡികളും മെമ്മറി കാർഡുകളും കിട്ടി. കമലയുടെ മുന്നിൽ വെച്ച് കണ്ട് തന്നെ ഹരിയെ 2 ചവിട്ടും കൊടുത്തുകൊണ്ട് തന്നെ പോലീസ് അങ്ങ് വണ്ടിയിലേക്ക് കയറ്റി. സാറേ, അവനൊന്നും അറിയില്ല, ആ രോഹിതും കൂട്ടരുമാണ് ഇതൊക്കെ കാരണമെന്ന് കമലമ്മ കരഞ്ഞു പറഞ്ഞുവെങ്കിലും പോലീസ് അതൊന്നും തന്നെ കേട്ടില്ല. മക്കളെ വളർത്തുമ്പോൾ അവരുടെ മുറിയിൽ എന്താണ് നടക്കുന്നതെന്ന് കൂടി നോക്കണം. പണത്തിന്റെ ഹുങ്കിൽ വിട്ടുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇതൊന്നും ജാമ്യം കിട്ടുന്ന കേസല്ല, തൂക്കുകയർ തന്നെ വാങ്ങിക്കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് പോലീസ് നേരെ ഹരിയെ പോലീസ് ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോയി. കമല മനുവിനെ പിടിച്ച് കരഞ്ഞുവെങ്കിലും അമ്മക്ക് നാണമില്ലേ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ എന്ന് പറയണം മനു. നമ്മുടെ നിരഞ്ജനക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ പറയാവോ എന്ന് ചോദിക്കാണ് മനു. മനുവിന്റെ ദേഷ്യം കണ്ടപ്പോൾ തന്നെ കമലക്ക് വല്ലാത്ത അത്ഭുതമായി. ഇവൻ എന്തൊരു ചേട്ടനാണ്, സ്വന്തം രക്തത്തെ പോലും ഇവൻ തള്ളി പറയുന്നു എന്ന് കമലമ്മ ഇങ്ങനെ പിറുപിറുത്തു. അലീനയും രോഹിത്തിനെയും സഹായിക്കാനാണ് മനു നോക്കുന്നത് എന്ന് കമലമ്മക്ക് മനസ്സിലായി. ഉടനെ തന്നെ ശിവേട്ടനെ വിൽക്കാൻ കമല തീരുമാനിച്ചു. ഇതേ സമയത്ത് അലീനയാണെങ്കിൽ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ മനു വിളിക്കുകയാണ്.
രോഹിതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നോ, അവന്റെ മുറിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം, പോലീസ് അങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് മനു പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ട് മനുവേട്ട എന്ന് അലീന മറുപടി നൽകി. നല്ല കാര്യം, കൃഷ്ണയെയും ബബിതയെയും പുറത്തിറക്കരുത്, നീയും പുറത്തേക്ക് ഇറങ്ങരുത്, ഗേറ്റ് ഒക്കെ പൂട്ടിയിട് എന്ന് മനു കർശന നിർദ്ദേശം നൽകി. മനുവേട്ട, ഈ കേസിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ എന്താവുമെന്നൊന്നും എനിക്കറിയില്ല, ആരെ രക്ഷിക്കണമെന്നറിയാത്ത അവസ്ഥയാണെന്ന് മനു സങ്കടപ്പെടുമ്പോൾ അലീന ധൈര്യം കൊടുത്തു. കുറ്റം ചെയ്തവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം മനുവേട്ട. ശരണ്യ എന്ന ആ ഒരു പെൺകുട്ടിക്ക് വെറും 17 വയസ്സേ ഉള്ളൂ, അതും നമ്മുടെ വീട്ടിലെ കുട്ടിക്കാണ് സംഭവിച്ചതെങ്കിൽ നമ്മൾ ക്ഷമിക്കുവോ? സത്യം എന്താണോ അത് തന്നെ ജയിക്കട്ടെ എന്ന് അലീന പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മനുവിനും ഒരു ആത്മവിശ്വാസം വന്നു. സത്യത്തോടൊപ്പം തന്നെ നിൽക്കാൻ അവനും തീരുമാനിച്ചു. ഇതേ സമയത്ത് തന്നെ വൈജയന്തി ആണെങ്കിൽ ആകെ ടെൻഷനിലായിരിക്കും. കാര്യങ്ങളൊക്കെ അറിഞ്ഞുവെങ്കിലും പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥ. അങ്ങോട്ടേക്ക് ബാലചന്ദ്രന്റെ പെങ്ങൾ സുനന്ദ വരുന്നുണ്ട്. ജ്യേഷ്ഠൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. വൈജയന്തിയെ ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും അവർ ആകെ തകർന്നിരിക്കുകയാണ്. എന്റെ മകനായി പോയില്ലേ, അവൻ തെറ്റ് ചെയ്തുവെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കരയുന്നത് കണ്ട് സുനന്ദക്കും വല്ലാത്ത വിഷമമായി. വൈജയന്തിയുടെ അഹങ്കാരവും വാശുവാണ് പിള്ളേരെ ഈ നിലയിൽ എത്തിച്ചതെന്ന് അവർക്കറിയാമായിരുന്നു. മക്കളെ നേർവഴിക്ക് നടത്തണം, പണം ഉണ്ടാക്കാൻ മാത്രം നടന്നതിന്റെ ഫലമാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ മനുവും അലീനയും സത്യത്തിന് വേണ്ടി തന്നെ നിലകൊള്ളാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ പോലീസ് വണ്ടി അകന്നു പോകുന്നത് നോക്കിക്കൊണ്ട് തന്നെ തളർന്നിരിക്കുന്ന കമലമ്മയുടെ അടുത്തേക്ക് മനു സമാധാനം തന്നെ നടന്നു ചെന്നു. അമ്മയുടെ കണ്ണുകളിൽ ഇപ്പോഴും പ്രതികാരവും സങ്കടവും മിന്നിമറിയുന്നുണ്ടായിരുന്നു. കമല മനസ്സിൽ വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് ശിവേട്ടനെ വിളിക്കണം, ശിവേട്ടൻ വന്നു കഴിഞ്ഞാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ എന്ന് കമലമ്മ വിറച്ചൊരു സ്വരത്തിൽ തന്നെ മനുവിനോട് പറഞ്ഞു. എന്നാൽ മനുവിന്റെ മറുപടി കടുത്തതായിരുന്നു. അമ്മ അച്ഛനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തൊന്നും വേണ്ട, അച്ഛൻ വന്നാലും ഈ പാറക്കറ കഴുകിക്കളയാനൊന്നും പറ്റില്ല. ഹരി ചെയ്തത് വളരെ ക്രൂരതയാണ്, നിയമം അതിന്റെ വഴിക്ക് പോട്ടെ. ഈ സംസാരം കേട്ട് കമലമ്മക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവർ വേഗം അകത്തേക്ക് പോയി കൊടുത്തിട്ട് ശിവേട്ടനെ ഫോൺ ചെയ്തു. ഇതേ സമയം ഹോസ്പിറ്റലിലാണ് ബാലചന്ദ്രന്റെ അവസ്ഥ അത്യന്തം ഗുരുതരമായി തുടരുകയാണ്. തന്റെ മകൻ ഒരു ക്രിമിനലായി മാറുന്നതിന്റെ സത്യം ഉൾക്കൊള്ളാൻ ആ പാവം പിതാവിന് കഴിയുന്നില്ല. സുനന്ദ വൈജയന്തിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ പറയുന്നത്, ചേച്ചി ഇപ്പോഴെങ്കിലും ആ പഴയ ഭാഷയൊന്നും ഉപേക്ഷിക്ക്, നമ്മൾ ഉണ്ടാക്കിയ പണവും വീടും ഒന്നും ഇപ്പൊ നമ്മുടെ മക്കളുടെ രക്ഷയ്ക്കില്ല. വൈജയന്തി ഒരക്ഷരം പോലും മിണ്ടാതെ നേരെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കിടന്നു. അവരുടെ മനസ്സ് നിറയെ അലീനയോടുള്ള കടുത്ത പക മാത്രമായിരുന്നു. ഈ വീഴ്ചയ്ക്ക് കാരണം അലീനയാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അടുത്ത ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് നാടകീയമായ രംഗങ്ങളാണ് നടക്കുന്നത്. ഹരിയെയും രോഹിത്തിനെയും മുഖാമുഖം ഇരുത്തി ചോദ്യം ചെയ്തു. രോഹിത് വിറച്ചുകൊണ്ട് പറഞ്ഞു, സാറേ, എല്ലാം ഹരിയാണ് പ്ലാൻ ചെയ്തത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇത് കേട്ട് ദേഷ്യം വന്ന ഹരി രോഹിത്തിന്റെ നേരെ അങ്ങ് ചാടി വീണു. പോലീസുകാർ ലാത്തിവീശി അവനെ അങ്ങ് ശാന്തനാക്കി. ഇതിനിടയിൽ അലീന അങ്ങോട്ടേക്ക് എത്തി. അവളുടെ കയ്യിൽ നിർണായകമായ ഒരു പെൻഡ്രൈവ് ഉണ്ടായിരുന്നു. ഹരിയുടെ പഴയകാല ചിത്രങ്ങളും ചതിക്കുഴിയുടെ തെളിവുകളുമായൊന്നും അതിൽ. അലീന മനുവിന്റെ കണ്ണിലേക്ക് നോക്കി. മനു ഒരു നിമിഷം പതറിയെങ്കിലും അലീനയുടെ നിശ്ചയദാർഢ്യം അവന് കരുത്ത് നൽകി. മനുവേട്ട, നമ്മളിപ്പോ തളർന്നാൽ ആ പാവം പെൺകുട്ടിക്ക് നീതി കിട്ടില്ല, അവൾ മന്ത്രിച്ചു. പെൻഡ്രൈവിലെ ദൃശ്യങ്ങൾ കണ്ട് പോലീസ് ഓഫീസർ അങ്ങ് ഞെട്ടിപ്പോയി. ഹരി വെറും ഒരു പ്രതിയല്ല, മറിച്ച് പല പാവം പെൺകുട്ടികളുടെയും ജീവിതം തകർത്ത ഒരു വേട്ടക്കാരനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. വൈകുന്നേരം ആയപ്പോഴേക്കും മാളേക്കൽ വീട്ടിന് മുന്നിൽ നാട്ടുകാർ തടിച്ചുകൂട്ടി. കല്ലേറും ബഹളവും അങ്ങനെ തുടങ്ങി. മനുവിനും കുടുംബത്തിനും വീട്ടിൽ നിന്നും പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഈ സമയത്ത് തന്നെ ശിവേട്ടൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പക്ഷേ ശിവേട്ടൻ വന്നത് ഹരിയെ രക്ഷിക്കാനായിരുന്നില്ല. പകരം അമ്മയെയും മനുവേയും കൂട്ടിയിട്ട് അവിടെ നിന്നും തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തെറ്റ് ചെയ്തവനേതായാലും അനുഭവിക്കട്ടെ. കമലെ, നമുക്ക് ഏതായാലും നീതിയുടെ കൂടെ നിൽക്കാം. ശിവേട്ടന്റെ ആ ഒരു മാറ്റം കമലമ്മയെ വല്ലാതെ തളർത്തി കളഞ്ഞു. ഒടുവിൽ കോടതിയിൽ ഹരി കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടു. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആ ഒരു ശിക്ഷാവിധി കേട്ടതോടുകൂടെ തന്നെ കമലമ്മ ബോധരഹിതയായി വീണു. അലീനയും മനുവും ചേർന്ന് ആ പാവം പെൺകുട്ടിയുടെ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ഒരു വലിയ കുടുംബത്തിന്റെ അഹങ്കാരം തകർന്നു വീഴുമ്പോൾ അവിടെ സത്യത്തിന്റെയും നീതിയുടെയും പുതിയൊരു പുലരി ഉദിക്കുന്നുണ്ടായിരുന്നു. മാളിയേക്കൽ കുടുംബത്തിന്റെ പഴയ പ്രതാപം പോയിട്ടുണ്ടാവാം, പക്ഷേ മനുവിന്റെയും അലീനയും മനസ്സിൽ ഒരു സമാധാനമുണ്ടായിരുന്നു. തങ്ങൾ ശരിയുടെ ഭാഗത്താണ് നിന്നത് എന്ന സമാധാനം. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.